ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ. ഒരു ചായക്കടിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്പ്രിംഗ് റോളാണ് ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത്. സ്പ്രിംഗ് റോൾ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. സ്പ്രിംഗ് റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, അതൊരു ചൈനീസ് ഐറ്റമാണ് കേട്ടോ. ചൈനീസ് സ്നാക്കാണ്. അവരെ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ ഒരുപാട് മസാലകളോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല എന്താ പറയുക, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. ഇതിൽ വെജിറ്റബിൾസും മറ്റേ ചിക്കനും എല്ലാം വരും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഫിഷ് വെച്ചിട്ടും ചെയ്യും കേട്ടോ. അത് പ്രോൺസൊക്കെ വെച്ചിട്ടും ചെയ്യും ചിക്കന് പകരം. പിന്നെ ചിക്കൻ റോൾ എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. ചിക്കൻ റോളും സ്പ്രിംഗ് റോളും ഒന്നാണെന്നുള്ള ഒരുപാട് ആൾക്കാരെ ഒരു ഇതുണ്ട്. അത് തെറ്റാണ്. ചിക്കൻ റോൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ദോശ പോലെ പരത്തിയിട്ടോ അല്ലെങ്കിൽ ഷീറ്റ് വെച്ചിട്ടോ ചെയ്താലും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് പൊരിക്കുന്നതാണ് ചിക്കൻ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വലിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ. എനിക്കൊരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തത്. അത് നല്ല ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഞാനിവിടെ കാണിക്കുന്നത് ഇത് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡിലാണ്. 2 രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി 2 ടീസ്പൂൺ പാപ്രിക്കയാണ് ഞാൻ എടുക്കുന്നത്. പാപ്രിക്ക നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മുളക് പൊടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണാണ്. പിന്നെ ഒറിഗാനോ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊരു 1/2 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇനിയിപ്പോൾ പാപ്രിക്ക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. അല്ലാണ്ട് മുളക് പൊടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആ ഒരു ചൈനീസ് ഫ്ലേവറിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് ചതച്ചതും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ലെമണിൻ്റെ നീരാണ്, ജ്യൂസ്. അത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളത്തിൽ ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പൊതുവെ കൂടുതലായിട്ട് ഉണ്ടാക്കുക ആ ഒരു മെത്തേഡിലാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മുഴുവനും ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ചിക്കനിൽ നല്ലോണം ആവുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടി വെക്കണേ, നല്ലോണം പുരട്ടിയതിൻ്റെ ശേഷം. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ബോയിൽ ചെയ്തിട്ടും വെക്കാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഉപ്പും കുരുമുളകും വെള്ളത്തിൽ ആക്കിയിട്ട് വെള്ളത്തിൽ നല്ലോണം പുഴുങ്ങിയിട്ട് ചിക്കൻ എടുക്കുക. എന്നിട്ട് ആ ചിക്കൻ വെച്ചിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. കൂടുതലായിട്ട് അങ്ങനെയാണ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മളത് തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു കടായിയാണ് വെക്കുന്നത്, മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓയിൽ തന്നെ ചേർക്കണം. ഇതിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഓയിൽ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. വേറെ വേവൊന്നും ഇതിന് വരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തീ സിമ്മിലാക്കി വെച്ചാൽ മതി. ഒരു 10 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും. ചിക്കൻ നല്ല പട്ടുപോലെ വേവണം കേട്ടോ. അപ്പോൾ അത് ഒരു ഭാഗം ഒന്ന് ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയി പോകാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിക്കൻ കിട്ടണം. നല്ലോണം വേവുകയും വേണം. അപ്പോൾ അതിനാണ് ഞാൻ ചെറിയ സിമ്മിലാക്കി വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ അത് 2 ഭാഗം വെന്താണ് കേട്ടോ. ഞാൻ അതിൻ്റെ വെന്തണോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം ക്രിസ്പി ആവുകയോ ഒന്നും ചെയ്തില്ല. ഒരു പൊരിച്ച ടേസ്റ്റും ഉണ്ടാവും, എന്നാലും നല്ല ഇതാകട്ടെ. അങ്ങനെ ഇളക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ വീണ് പോണത് കണ്ടില്ല. അപ്പോൾ അത്രയും നന്നായിട്ട് വേവണം. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള ട്രിപ്പും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഫുൾ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാനിനി ബാക്കി മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെളുത്തുള്ളി, ഒരു കുടം മുഴുവനും വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചതാണ്. ഇങ്ങനെ തന്നെ ചേർക്കണേ. പിന്നെ ഇത് 1/2 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ളമാണ് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗം 1/2 കപ്പ്, ഇത് 1/4 കപ്പും. അപ്പോൾ 1/4 കപ്പ് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. ഒന്ന് നന്നായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് കരിയാണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗവും ഇട്ട് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒരു മിനിറ്റ് നേരം കൂടെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/2 കിലോൻ്റെ മേലെ ഉണ്ടാവും ക്യാബേജ്. ഇങ്ങനെ ഷ്രെഡായിട്ട് ഇതാക്കി എടുക്കണം. എന്നുവെച്ചാൽ ജൂലിയൻ കട്ടിലാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ നീളത്തിൽ കേട്ടോ, നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. അത് ഈ സ്പ്രിംഗ് റോളിൻ്റെ ഒരു ഇതാണ്. ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അത് 1/2 കിലോൻ്റെ മേലുണ്ട്. ഒന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ ക്യാബേജ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഈ ഒരു ഗാർലിക്കൊക്കെ നന്നായിട്ടൊന്ന് ഒരു മൂത്ത സ്മെല്ലൊക്കെ വന്നാണ്. ഇനിയിലേക്ക് ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്.
ആ ക്യാബേജ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരു മിനിറ്റ് നേരം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത്രേ വേവുള്ളൂ കേട്ടോ, അത് വല്ലാണ്ട് വേവിക്കാൻ നിൽക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ എണ്ണ ഇത് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. എല്ലായിടത്തും ആയി എന്നുള്ളത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു ചൂടേ ഇതിന് ആവശ്യമുള്ളൂ, അല്ലാണ്ട് വേവിപ്പിക്കേണ്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് എല്ലായിടത്തും കോട്ടായിണ് കണ്ടോ, എല്ലായിടത്തും എണ്ണയൊക്കെ ആയി. ഇനി ഇതിലേക്ക് ഇതേപോലെ തന്നെ ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്, ഒരു 3 വലിയ സൈസ് ക്യാരറ്റാണ് എടുത്തത്. ഇതേപോലെ തന്നെ ഇത്രയും നീളത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. ജൂലിയൻ കട്ട് തന്നെയാണ് ഇതും ഞാൻ എടുത്തത്. അപ്പോൾ ഞാനതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 വലിയ ക്യാരറ്റാണ് എടുത്തത്, അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഒന്നും ടൈം എടുക്കാൻ പാടില്ല, എല്ലാം പെട്ടെന്ന് ചെയ്യണം. ചൈനീസ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാനാണ്. പിന്നെ ഒരു ഹാഫ് കുക്കേ ആവുള്ളൂ, അധികം കുക്ക് ചെയ്യാനും പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനും കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, ഒരു 1-2 മിനിറ്റാണ് മാക്സിമം. 2 മിനിറ്റൊക്കെ മാക്സിമം ആണ് കേട്ടോ, 1 മിനിറ്റ് തന്നെ മതിയാവും. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഈ ഒരു ക്യാബേജിലേക്കും ക്യാരറ്റിലേക്കും വേണ്ടിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ചിക്കന് ഉപ്പ് വേണ്ട, ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. കുറഞ്ഞ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും. ആ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഈ സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത് വേറെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അങ്ങനത്തെ ഒന്നും ഇതിലിടാൻ പാടില്ല കേട്ടോ. ഇനി കുറച്ച് സോസുകളാണ് വേണ്ടിയത്, അത് മാത്രമേ ഇതിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, നമ്മളെ വെജിറ്റബിൾസ് ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസാണ് ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കുക കേട്ടോ, 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ചില്ലി ഗാർലിക് സോസ് വേണം, അതും ഒഴിച്ച് കൊടുക്കുക. അത് ചില്ലി ഗാർലിക് സോസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു എരിവും കിട്ടും, എന്നാലും ഒരു കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. എല്ലാം കൂടെ വരുന്നൊരു ടേസ്റ്റാണ് ചില്ലി ഗാർലിക് സോസ് എന്ന് പറയുന്നത്. അതും 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്താണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സോസിൽ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ, അതിന് തീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇത് വെച്ചാൽ ഈ വെജിറ്റബിൾസ് കടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യണം. ഒരു ഫുള്ളായിട്ട് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, അതുകൊണ്ട് തന്നെ വേവാത്തതായിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇന്ന് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു സോസിന് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല, കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല. ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ലീഫാണ് വേണ്ടത്. അത് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ലീഫും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് ഗാർലിക് ലീഫാണ്. അത് 2 കപ്പോളം ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഇവിടെ മാത്രം കിട്ടുന്നൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഫ് ഏതും എടുക്കാം. എന്നുവെച്ചാൽ ചീരകൾ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ പാലക്ക് അങ്ങനത്തെ ഒക്കെ എടുക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബേബി സ്പിനാച്ച് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ ഇലയാണ് 2 കപ്പോളം ഞാൻ ഇട്ടത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ഓഫാക്കാൻ വേണ്ടി പോവുകയാണ്, റെഡി ആയിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ വെള്ളമല്ല എടുത്തത്, ഗ്രീനാണ്, അതൊരു കപ്പ് ഉണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊരിച്ച ചിക്കൻ ഇല്ല, അത് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഞാൻ പിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിനി ഞങ്ങൾ മിക്സിയിലൊന്നും ഇട്ടിട്ട് ക്രഷ് ചെയ്യാൻ വേണ്ടി പോകരുത്, ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ ഷ്രെഡ് ചെയ്തെടുക്കണം. കുറച്ചൊരു വലുപ്പത്തിലാണുള്ളത്. ഈ ഒരു രീതിയിലാക്കിയാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്താണ്. ഇനി വേണ്ടത് പാസ്ലി ഇലയാണ്. പാസ്ലി ഇല ഏകദേശം ഒരു 1.5 കപ്പിൻ്റെ മേലെ വരും. ഇത് അത്രയും പാസ്ലി ഇല എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് എടുക്കണ്ട, ഇല മാത്രം കേട്ടോ. എല്ലാത്തിൻ്റെ ഇല മാത്രമാണ് ഉപയോഗിക്കുക, തണ്ട് എടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുത്തതാണിത്, അതും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പാണ് അതുള്ളത്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. തീയൊക്കെ ഞാൻ നേരത്തെ ഓഫാക്കിയതാണ്, കാരണം ഇല്ലെങ്കിൽ നമ്മളെ വെജിറ്റബിൾസ് അങ്ങ് വെന്ത് പോകും. അപ്പോൾ നമ്മൾ കടിക്കുന്ന സമയത്ത് ആ ഒരു ക്യാബേജും ക്യാരറ്റും ഒക്കെ പച്ചായിട്ട് നമുക്ക് തിന്നാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഫോൾഡ് ചെയ്യാനാണ് കാണിക്കുന്നത്. നമ്മളെ ഫില്ലിങ് കണ്ടില്ല, ഇങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെ കളറൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ് റോളിൻ്റെ പേസ്ട്രി ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി പറ്റും കേട്ടോ, പക്ഷേ ഉണ്ടാക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. സമൂസ ഷീറ്റൊക്കെ ഉണ്ടാക്കലില്ല, അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കാൻ കുറച്ചൊരു പണിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണല്ലോ സ്പ്രിംഗ് റോൾ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷീറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അല്ലാണ്ട് സാധാരണ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന പോലെ ദോശ പോലെ ചുട്ടെടുത്തിട്ട് അതിലൊന്നും സ്പ്രിംഗ് റോൾ ഉണ്ടാക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓരോന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹാർഡായിരിക്കും. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും വെള്ളം കൂടെ പശ പോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രമേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കാവൂ. കുറേ നേരം പുറത്ത് വെച്ചാൽ പിന്നെ അത് പൊടിഞ്ഞു പോകും കേട്ടോ. ഉണ്ടാക്കുമ്പോൾ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഷീറ്റും ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. അങ്ങനെ ഒന്ന് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ഈ ഷീറ്റ് എന്താവും, ഒന്ന് സോഫ്റ്റ് ആവും.
അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത്രയും നേരിയ ഷീറ്റാണ് ഇത്, കണ്ടില്ലേ? ഇതിങ്ങനെ ഉൾഭാഗം കാണുന്നത് കണ്ടില്ല, അത്രയും നേരിയതായിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും ഫില്ലിങ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലാസ്റ്റ് അടിഭാഗത്തേക്ക് ആക്കി വെച്ച് കൊടുക്കുക. മേലെ 2 കോർണറായിട്ടൊന്ന് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് ആക്കി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് സ്പ്രിംഗ് റോളിൻ്റെ മടക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ തന്നെ മടക്കണം. പിന്നെ ലാസ്റ്റ് വരുന്ന ഭാഗത്ത് ലേശം ഒന്ന് ആ ഒരു മൈദപ്പിൻ്റെ പശ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് സ്പ്രിംഗ് റോളിൻ്റെ മടക്ക് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു ഷീറ്റും കൂടെ എടുത്ത് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും അടിഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്ങിൽ ചിക്കന് പകരം നമുക്ക് ബീഫോ അല്ലെങ്കിൽ എന്താ പറയുക ചെമ്മീനോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഫില്ലിങ് ആക്കാം. പക്ഷേ ബാക്കിയെല്ലാം സെയിം ആയിരിക്കണം. നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് നല്ലോണം ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുക. ലാസ്റ്റ് വരുന്ന ഭാഗത്ത് ലേശം ഒന്ന് മൈദൻ്റെ പശ വെച്ച് കൊടുക്കുക. റെഡിയായി. ഇതിപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഞാൻ ആ മൊത്തം ഇത് ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ വലിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ മൊത്തം ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പിറ്റേന്നാണ്, ഇന്നാണ് ഞങ്ങൾക്ക് പരിപാടിക്ക് പോകേണ്ടത്. ഒരു പാർട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്നാക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഫ്രീസറിൽ ഒരുപാട് സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ആവശ്യത്തിനടുത്ത് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇതിന് നമുക്ക് മുട്ടയിലും ഇതിലൊന്നും മുക്കാനൊന്നും പാടില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി അവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. പിന്നെ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ കുറഞ്ഞു പോകാനും പാടില്ല, തീ കൂടി പോകാനും പാടില്ല. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തീ കുറഞ്ഞു പോയാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യും, പൊട്ടിപ്പോവും. എണ്ണയിൽ നിന്ന് പൊട്ടിപ്പോകാൻ തുടങ്ങും തീ കുറഞ്ഞു പോയാൽ. പിന്നെ തീ കൂടിപ്പോയാലോ പെട്ടെന്ന് ഇത് ഫ്രൈ ഒക്കെ ആയിട്ട് വരും തീ കൂടിപ്പോയാൽ. പക്ഷേ കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചത്ത പോലെ, ഒരു ഉഷാറില്ലാത്ത പോലെ, ഇങ്ങനെ ഒരു മടിഞ്ഞ പോലെ ആയിപ്പോവും. ഈ ഒരു രീതിയിൽ നേരെ ഇങ്ങനെ നിൽക്കൂല. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. തീ കൂടാനും പാടില്ല, തീ കുറഞ്ഞു പോകാനും പാടില്ല. ഒരു മീഡിയം തീയിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പൊരിക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും അത്രയും നേരെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ക്യാരറ്റും ക്യാബേജും ഒക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. എന്നാലും ഇത് ഉള്ളിലേക്ക് എണ്ണ കയറി ഒന്നും ചെയ്യൂല കേട്ടോ. നല്ല സ്നാക്കാണ്. ഇവിടെ അറബ്സൊക്കെ സ്ഥിരമായിട്ട് നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് ഫസ്റ്റ് കൊണ്ടുതരുക സ്റ്റാർട്ടറായിട്ട് ഈ ഒരു സ്പ്രിംഗ് റോളായിരിക്കും. അപ്പോൾ അതാ ഇതിനെ ഞാൻ മൊത്തം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇത് ഫില്ലിംഗ് ആണ് ഈ കാണുന്നത്. കളറിൽ ഡാർക്ക് കളറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫില്ലിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫില്ലിംഗ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മളെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മാറിപ്പോവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ വേണം. ഉള്ളിലേക്കൊന്നും തീരെ എണ്ണ ഒന്നും കയറൂല കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഉള്ളിൽ കണ്ടില്ല നിങ്ങൾ ആ ഒരു ഫില്ലിംഗ് കണ്ടോ, നമ്മളെ ഫില്ലിങ്ങിൻ്റെ മൊത്തം പച്ചയും ചുവപ്പും വെള്ളം എല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഫില്ലിങ് നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഇത് തീരെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അത്യാവശ്യം എണ്ണയൊക്കെ കുടിക്കും. പിന്നെ എപ്പോഴെങ്കിലല്ലേ നമ്മൾ ഇങ്ങനത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉൾഭാഗം കാണിച്ചു തരാം. ഉള്ളു കണ്ടില്ല, തീരെ എണ്ണ ഒന്നും ഉള്ളോട്ട് കയറി ഒന്നും ചെയ്യൂല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഒരുപാട് നേരം ഇത് ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സ്നാക്കൊന്നും അല്ല കേട്ടോ. ഒരു 2-3 മണിക്കൂറൊക്കെ മാക്സിമം ആണ്. അതിന് ശേഷം ഇത് അങ്ങനെ ക്രിസ്പി ആയിട്ടൊന്നും നിൽക്കില്ല. എന്നാലും ഇത് ഉടഞ്ഞൊന്നും പോകില്ല. ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.